ഹലോ, ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുവല്ല കേട്ടോ. പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു, ചേച്ചി ഇടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോയും കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് ആവാമെന്ന്. അപ്പോൾ ഈസി റെസിപ്പിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് താലോരിക്ക എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുക? നമ്മൾ താലോരിക്ക എന്നാണ് പറയുക. അപ്പോൾ ഇതിനെക്കൊണ്ട് ഞാനൊരു ഓലനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് തേങ്ങയും കാര്യങ്ങളും ഒന്നും വേണ്ട, എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താലോരിക്ക അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. 2 വിസിലിന് മുകളിൽ അടുപ്പിക്കാൻ പാടില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ വെജിറ്റബിൾ നന്നായിട്ട് വെന്തു പോകും. അതുകൊണ്ടാണ് 1 വിസിൽ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, പാകമായിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമാണ് വറുത്തിടുന്നത്. കടുക് വറുത്തിടില്ല കേട്ടോ ഇതിന്. ഇത് ഓലനാണല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടോ? എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അതിലുള്ള വെള്ളവും വെജിറ്റബിളിൻ്റെ പീസും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസിയാണ് ചോറിനൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വെളുത്തുള്ളിയൊക്കെ അല്ലിയായിട്ട് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി അല്ലി നമ്മൾ ചതച്ചെടുക്കില്ലേ, അതുപോലെ ചതച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ കടുകിടില്ല, ഇത് ഓലനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റൈലിലാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കണ്ണൂരൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓലനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കടുകിടത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമാണല്ലോ അല്ലേ കുക്കിങ്. നമ്മൾ വയ്ക്കുന്ന പോലെയല്ല വേറൊരു സ്ഥലത്ത് വയ്ക്കുക, ടേസ്റ്റും മാറ്റമായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് ഇടണം. പിന്നെ ഈസി റെസിപ്പിയാണ്, അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഉപകാരമാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓലനിലേക്ക് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ ഇതൊക്കെ വറുത്തിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഓലനൊക്കെ കഴിക്കാനുള്ള നല്ലൊരു കൊതിയാവുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ വരുമ്പോഴേ, കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അല്ലേ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? അപ്പോൾ എന്തായാലും എൻ്റെ ഇത് സെറ്റായിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓലനിലേക്ക് ഈ നമ്മൾ വറുത്തെടുത്ത ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തുള്ള ഈ ഒരു സംഭവം അതിലേക്ക് നമ്മൾ ഒന്ന് എടുത്ത് മുകളിലേക്കൊന്ന് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓലൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള നല്ലൊരു കൊതി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി, ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ ഓലൻ കുക്കിംഗ് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻസൊക്കെ ഇടണം. അപ്പോൾ ഇനിയും കുക്കിംഗ് വ്ളോഗ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഞാനൊരു സർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഓൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടാക്കിയ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ സർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താലോരിക്കയുടെ ആ ഒരു കളറാണ് കേട്ടോ ഗ്രീനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഓൾ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.